നിത്യജീവന്റെ വചനമേ എന്നിൽ അഗ്നിയായി പതിയണേ. ജീവജലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദനഹ 5-ാം ഞായർ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നമുക്കേവർക്കും സുപരിചിതമായ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്ന് പ്രതിപാദ്യ വിഷയം. കഫർനാം എന്ന സിറ്റിയെക്കുറിച്ച് ബൈബിളിൽ 16 പ്രാവശ്യം പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഈ കഫർനാമിൽ വെച്ചാണ് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പോൾ യേശു സുഖപ്പെടുത്തുന്നത്. തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നത് ഈ കഫർനാമിൽ വെച്ചാണ്. ശതാധിപന്റെ വൃദ്ധിനെ സുഖപ്പെടുത്തുന്നത് ഈ കഫർനാമിൽ വെച്ചാണ്. സാബത്ത് ദിവസം ശോഷിച്ച കൈയുമായി വന്ന വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നത് ഈ കഫർനാമിൽ വെച്ചാണ്. അങ്ങനെ യേശുവിന്റെ ശക്തിയും യേശുവിന്റെ അവതാരത്തിന്റെ പ്രധാന ലക്ഷ്യവും യഹൂദന്മാരെയും വിജാതീയരെയും ഒരുപോലെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് യേശു തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് ഈ കഫർനാം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഫർനാമിലെ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞ് അവിടെ ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. അവന്റെ വചനം കേൾക്കുവാനും അവൻ പറയുന്നത് ശ്രദ്ധാപൂർവം ശ്രവിക്കുവാനും വരുവാനുള്ള രക്ഷകൻ ഇവൻ തന്നെയാണോ എന്നൊക്കെ അറിയുവാനായിട്ട് യഹൂദരുടെ ഇടയിൽ വളരെ ആകാംക്ഷയുണ്ടായി. കാരണം അവരൊരു മിശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ റോമയുടെ ആധിപത്യത്തിലാണ്. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. തങ്ങളെ മോചിപ്പിക്കുവാനായിട്ട് വരുന്ന രക്ഷകൻ മിശിഹ ഇവൻ തന്നെയാണോ എന്ന് പല രീതിയിലുള്ള സംസാരങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ കേൾക്കുന്നു. തീർച്ചയായിട്ടും ഒരു വിവാദ പുരുഷനായി മാറിയിരിക്കുന്ന ഈശോ തന്റെ പരസ്യ ജീവിതകാലം അങ്ങ് തുടങ്ങി വെച്ചിരിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നില് വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതങ്ങൾ കാണിച്ചു. ഇതാ കഫർനാമില് ഒത്തിരി ജനങ്ങൾ യേശു അവിടെ ഉണ്ടേ എന്നറിഞ്ഞ് ഒരു ഭവനത്തില് ഇടിച്ചു കൂടിയിരിക്കുകയാണ്. വാതിൽക്കൽ നിൽക്കുവാൻ പോലും സ്ഥലമില്ല, മുറ്റത്ത് സ്ഥലമില്ല. എന്തിനേറെ യേശുവിനെ ഒന്ന് കാണുവാൻ പോലും ലേറ്റായിട്ട് വന്നവർക്ക് സാധിക്കാത്ത ഒരു അനുഭവം അവിടെ സംജാതമായിട്ടുണ്ട്. അപ്പോഴാണ് തളർവാദ രോഗിയെയും കൊണ്ട് 4 പേര് അവിടെ എത്തുന്നത്. അവർ ചുറ്റും നോക്കിയിട്ട് അവർക്ക് യേശുവിന്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് ഒരു വിടവും കിട്ടുന്നില്ല. ഈ ഒരു പരിതസ്ഥിതിയില് തളർവാദ രോഗിയുടെ ആഗ്രഹമനുസരിച്ച് അവനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നവർ വലിയൊരു റിസ്ക് ഏറ്റെടുക്കുകയാണ്. ആ വീടിന്റെ മുകളിൽ കയറി അതിന്റെ മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ യേശുവിന്റെ നേരെ മുമ്പിലേക്ക് ഇറക്കുക. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, യേശു ആയിരിക്കുന്ന ആ ഭവനം ആരുടെയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. കമന്ററീസിൽ പറയുന്നത് ഈ ഭവനം പത്രോസിന്റെ ഭവനമായിരിക്കുവാനാണ് വളരെയേറെ ചാൻസ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ രോഗിയെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ 4 പേരെ സൂചിപ്പിക്കുന്നത് അത് പത്രോസും യോഹന്നാനും അന്ത്രയോസും ഉൾപ്പെടെയുള്ള 4 പേരാണ് എന്നുള്ളതാണ്. കാരണം അത് അവരുടെ ഭവനമായതുകൊണ്ട് തന്നെ അതിന്റെ മേൽക്കൂരയുടെ ഒരു വശം പൊളിച്ച് ഇറക്കുന്നതിൽ ആരോടും അഭിപ്രായം ചോദിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മേൽക്കൂര പൊളിച്ചു തളർവാദ രോഗിയെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വസ്തുത. കർത്താവിന്റെ മുമ്പിലേക്ക് എത്തിപ്പെടുവാനായിട്ട്
നമ്മുടെയൊക്കെ മേൽക്കൂര എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ കൺവീനിയൻസസ് ആയിരിക്കാം. നമ്മുടെ ഭവനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ സുരക്ഷിതത്വം, അല്ലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ താലോലിക്കുന്ന നമ്മുടേതായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ്. അപ്പം കർത്താവിനെ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മൾക്ക് എത്തിപ്പെട്ട് അവന്റെ സന്നിധിയിൽ നിന്നും ദൈവികമായിട്ടുള്ള ഒരു കാരുണ്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു അത്ഭുതകരമായ ചേഞ്ചസ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ നയിക്കുന്ന ഈ കൺവീനിയൻസസ്, അതായത് നമുക്ക് ഈ ലോകത്ത് സുഖം നൽകുന്ന, സംതൃപ്തി നൽകുന്ന, ഹൃദയത്തിന് അഭികാമ്യമായി നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന പല കാര്യങ്ങളെയും അല്പമായിട്ടൊന്ന് പൊളിച്ച് മാറ്റി അതിൽ ഉളവാകുന്ന ആ വഴിയിലൂടെ നമ്മൾ കർത്താവിന്റെ മുമ്പിലേക്ക് ആനയിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈശോ അവരെ ശ്രദ്ധിച്ചു. ഈ തളർവാദ രോഗിയുടെ ആത്മാവിന്റെ ഉള്ളിൽ കർത്താവിന്റെ മുമ്പിൽ ഞാൻ എത്തിപ്പെട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള ആഗ്രഹവും, ആത്മാവിന്റെ ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അവന്റെ മനസ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ശരിയാണ്, ഈ കർത്താവ് ഈശോ അവന്റെ മുമ്പിലേക്ക് ഞാൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ എന്നെ സുഖപ്പെടുത്തും. ഇവിടെ ഒരുപക്ഷെ എന്നില്ല, സുഖപ്പെടുത്തുമെന്ന് 99% വിശ്വസിച്ചിട്ടുകൊണ്ട് മാത്രമാണ് അവർ ആ പ്രവൃത്തിയിലേക്ക് കടന്നത്. എന്താണ്? ആ കൺവീനിയൻസ് ആകുന്ന മേൽക്കൂര അങ്ങ് അല്പം പൊളിച്ചു മാറ്റുകയാണ്. പൊളിച്ചു മാറ്റി അവരുടെ വിശ്വാസം പ്രവൃത്തിയായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അവര് ആ തളർവാദ രോഗിക്ക് കർത്താവിനെ കാണുവാനും കർത്താവിന്റെ മുമ്പിലായിരിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. കർത്താവിന്റെ മുമ്പിൽ അകപ്പെട്ട തളർവാദ രോഗിയോട് കർത്താവ് പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗിയെ കർത്താവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് പാപമോചനത്തിന് വേണ്ടി ആയിരുന്നില്ല. എങ്കിലും കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗിയെ റൂഫിൽ നിന്നും കെട്ടിയിറക്കിയത് അവന്റെ ശരീര സൗഖ്യം നേടുക എന്നുള്ള ഒന്നാമത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് നിമിത്തം ചുറ്റും നിന്നിരുന്ന യഹൂദരുൾപ്പെടെയുള്ള ആ യഹൂദരുടെ ഇടയിൽ നിയമജ്ഞരുണ്ട്. അതായത് മോശയുടെ നിയമം നന്നായിട്ട് പഠിച്ച് കൈവപ്പ് ശുശ്രൂഷയിലൂടെ റബ്ബി എന്ന പദം സ്വന്തമാക്കിയ നിയമജ്ഞർ യേശുവിന്റെ ചുറ്റും ഉണ്ട്. പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുവാനും അതിൽ തെറ്റുണ്ടെങ്കിൽ അതനുസരിച്ച് അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനും യഹൂദരുടെ നിയമവും അവരുടെ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന പ്രീശന്മാരും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ ചുവട് പിടിച്ചു തന്നെ അവരുടെ മനസ്സിൽ ചിന്തകളുണ്ടായി. ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. കാരണം ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്തിൽ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുക? അത് അസാധ്യമല്ലേ? അങ്ങനെ ആരെങ്കിലും സ്വയം ദൈവമായിട്ട് അങ്ങ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ലല്ലോ. കാരണം പഴയ നിയമത്തില്, മോശയുടെ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുമ്പോൾ അത് പൊറുക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദാവീദ് രാജാവ് തെറ്റ് ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ സന്നിധിയിലേക്ക് ചെന്ന് പറഞ്ഞു കൊടുത്തത്, കർത്താവ് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്നാണ്. അല്ലാതെ നാഥാൻ പ്രവാചകൻ ക്ഷമിച്ചെന്നോ ഏതെങ്കിലും രാജാവ് ക്ഷമിച്ചെന്നോ അല്ല. എന്ന് പറയുന്നത് കണക്ക് പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ദനഹാകാലമാണ്. അതായത് യേശു ആരാണെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന, ജനങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ഈ ദൈവപുത്രനായ യേശു എന്തിനാണ് വന്നതെന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു സമയമാണ്, പരസ്യജീവിത കാലമാണ്. യേശു വളരെ സ്പഷ്ടവും വ്യക്തവുമായി ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത്, ഇവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. കാരണം മനുഷ്യപുത്രന്, ദൈവത്തിൽ നിന്ന് വന്ന ദൈവപുത്രന്
ദൈവത്തിന്റെ ഭാഗമായ ദൈവപുത്രന് പാപങ്ങൾ പൊറുക്കുവാൻ അധികാരമുണ്ട് എന്ന് ഈ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നിയമജ്ഞരുടെ ഉള്ളില്, യഹൂദ പ്രമാണിമാരുടെ ഉള്ളില് യേശുവിനെ എങ്ങനെയെങ്കിലും കുരുക്കിൽപ്പെടുത്തി കുരിശിലേറ്റണം എന്നുള്ള ചിന്താഗതിക്ക് ഒരിക്കൽ കൂടി ആക്കം കൂടുകയാണ് ചെയ്തത്. കാരണം അവൻ ദൂഷണം പറഞ്ഞിരിക്കുന്നു. യേശു സ്ഥാപിച്ച ആ പാപമോചന അധികാരം ഇന്ന് നമ്മൾക്ക് സാധ്യമാക്കി നൽകുന്നത് വിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ്, സഭയിലൂടെയാണ്. കാരണം നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നിങ്ങൾ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ആ യേശുവിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പത്രോസ്, പൗലോസ് സ്ലീഹന്മാരുടെ ആ പിന്തുടർച്ചയായ സഭ ഇന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും നമ്മുടെ രോഗങ്ങൾ പൊറുക്കുവാനും ആത്മശാന്തി നൽകുവാനും തമ്പുരാന്റെ മുമ്പിലായിരിക്കുവാനുമുള്ള കൗദാശികമായ കൃപ നമ്മൾക്ക് ഏകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനിയും ഈ പാപവും രോഗവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, യേശു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുക. അതായത് യഹൂദ വിശ്വാസ പ്രമാണം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയില് ആത്മാവ്, മനസ്സ്, ശരീരം, ഇങ്ങനെ 3 വ്യത്യസ്തമായ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. ഏറ്റവും താഴെയുള്ള ഉള്ളിന്റെ ഉള്ളിലെ കോറാണ് ആത്മാവ്. അതിന്റെ ആത്മാവിന്റെ ഇംഗിതമനുസരിച്ച് അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന് നമ്മുടെ ബുദ്ധിയുടെ, മനസ്സിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. മനസ്സ് പ്രായോഗിക കാര്യങ്ങൾ, അനുദിന കാര്യങ്ങൾ, നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ഈ ബുദ്ധി, അതിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. പിന്നെ ശരീരം, എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. അപ്പൊ ഈ ആത്മാവിലുള്ള തിന്മയാണ് മനസ്സിനെ ബാധിക്കുന്നത്. അതാണ് പിന്നീട് സൊമാറ്റിക് ഡിസീസസ് ആയി മാറുന്നത്. സൈക്കോ സൊമാറ്റിക് ഡിസീസസ്, അതായത് തെറ്റ് ചെയ്യുമ്പോഴും മനസ്സാക്ഷിക്കെതിരായിട്ട് നമ്മൾ പാപം ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലെ ആത്മാവിന് നമുക്ക് ശാന്തി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ അസ്വസ്ഥമായ മനസ്സിൽ നിന്നും ആ ഒരു വിഭ്രാന്തിയോടുകൂടിയ അല്ലെങ്കിൽ സമാധാനമില്ലാത്ത, ആത്മാവിൽ ശാന്തിയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ കൂടുതൽ നാൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അത് സൈക്കോ സൊമാറ്റിക് ഡിസീസായി മാറുന്നു. അത് ഒരു മെഡിക്കലി പ്രൂവൺ ഫാക്റ്റാണ്. എന്നാൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരുമയിൽ, ശാന്തിയിലും സമാധാനത്തിലും ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സർവ പ്രപഞ്ച ശക്തികളും നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കും. അതും ഒരു വസ്തുതയാണ്, വാസ്തവമാണ്. എന്നാൽ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. എല്ലാ രോഗങ്ങളും പാപത്തിന്റെ ഫലമാണോ? അല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ തെറ്റുകൾ കൊണ്ടോ ഇവന്റെ മാതാപിതാക്കളുടെ മോശമായ പ്രവൃത്തികൾ കൊണ്ടോ അല്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, നിനക്ക് കൂടുതൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ ഇനിയും മേലിൽ പാപം ചെയ്യരുത്. അതായത് ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന, ദൈവിക നിയമങ്ങളെ ധിക്കരിക്കുന്ന പാപങ്ങൾക്ക് നമ്മൾ അടിമത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതമാകും, നമ്മുടെ ശരീരത്തിൽ അത് രോഗമായി പ്രതിഫലിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമ്മൾക്കുണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നയിക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ പല ആത്മാവിനാലും
വിഗ്രഹങ്ങളാലും ആയിരിക്കും അത് നമ്മളെ കൊണ്ട് എത്തിച്ചേരുന്നത്. ഒരുപക്ഷെ ഒരു പന്നിക്കൂട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വലിയ മാറാ രോഗങ്ങളിലേക്കായിരിക്കും. ഈ ഒരു പോസിബിലിറ്റീസും വാസ്തവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ മക്കളായി ജനിച്ച നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവവുമായിട്ട് എപ്പോഴും സഹവസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സഹവാസം സ്വീകരിച്ചുകൊണ്ട്, യേശുവിന്റെ ആത്മാവിനോട് ഒരുമപ്പെട്ടുകൊണ്ട്, പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, സഭയോടൊപ്പം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിനോടൊപ്പം മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് യേശു ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ സഭ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, തളർവാദ രോഗിയാണ് ഞാൻ കർത്താവേ. എന്റെ ശരീരത്തില്, എന്റെ മനസ്സില്, എന്റെ ആത്മാവില് നിന്നെ കൂടാതെ തെറ്റ് ചെയ്തപ്പോൾ, നിന്റെ കാര്യങ്ങൾ ഓർക്കാതെ, നിന്റെ പരിശുദ്ധാത്മാവിന് യോജിച്ച രീതിയിൽ ചിന്തിക്കാതെ ഞാൻ പ്രവർത്തിച്ചപ്പോൾ, മനസ്സിൽ, പ്രവൃത്തിയില്, സംസാരത്തിലൊക്കെ തെറ്റ് ചെയ്തപ്പോൾ കർത്താവെ നിന്നെ മാറ്റി നിർത്തി ഞാൻ പോയ അവസരങ്ങളാണ്. ദൈവമേ, ഞാനത് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ എന്റെ മേളിലുള്ള എന്റെ സ്വാർത്ഥപരമായ പല കൺവീനിയൻസും പറിച്ചു മാറ്റുവാനായിട്ട്, നിന്റെ മുമ്പിൽ എത്തപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാതെ വന്ന നിമിഷങ്ങളുണ്ട് കർത്താവെ. അങ്ങനെയൊക്കെ പോയ സമയങ്ങളിൽ ഞാൻ വഴിതെറ്റുകയും ആ മുടിയനായ പുത്രനെ പോലെ എല്ലാം നശിപ്പിച്ച് ഇല്ലാതായി അവസാനം പന്നിക്കുഴിയിലേക്ക് എത്തപ്പെടുന്ന ഒരു നികൃഷ്ട ജീവിതത്തിന്റെ എക്സ്പീരിയൻസും രോഗാവസ്ഥയും ആത്മാവിന്റെ രോഗവും മനസ്സിന്റെ രോഗവും ശരീരത്തിന്റെ രോഗവും എല്ലാം വഹിക്കുന്നവനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഓ കർത്താവേ, നീ ആയിരിക്കുന്ന ആ നിന്റെ ഭവനത്തിലേക്ക് മേൽക്കൂര പൊളിച്ച് രോഗിയായ തളർവാദ രോഗിയെ ഇറക്കിയതുപോലെ ദൈവമേ, എന്നെയും നിന്റെ മുമ്പിലേക്ക് ഇറക്കുവാനായിട്ട് ഞാൻ ഇന്ന് ആശ്രയിക്കുന്ന പല മേൽക്കൂരകളും, ഞാൻ ഇന്ന് ആശ്രയിക്കുന്ന പല കൺവീനിയൻസുകളും, എന്റെ ഉള്ളിൽ നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഈശോയെ നിന്നെ കാണുവാനായിട്ട് എന്നെ തടസ്സപ്പെടുത്തുന്നതായിരിക്കാം. ഈശോയെ അതെല്ലാം ഉപേക്ഷിക്കുവാനായിട്ടുള്ള എന്റെ ആത്മാവിന്റെ ആഗ്രഹത്തെ എന്റെ ബുദ്ധിയും മനസ്സും ഒന്ന് അപ്രൂവ് ചെയ്യുവാനായിട്ട് തീഷ്ണമായ ഒരു വിശ്വാസം നീ എനിക്ക് നൽകണമേ. എന്റെ കുടുംബത്തിന് നൽകണമേ കർത്താവേ. എന്റെ കുടുംബത്തിലേക്ക് നീ ഇറങ്ങി വരുവാനായിട്ട് ഇതാ എന്റെ ഈ ചെറിയ ചെറിയ കൂരകളൊക്കെ ഞാൻ പൊളിച്ചു മാറ്റുവാനായിട്ട് ഈശോയെ ആഗ്രഹിക്കുന്നു. നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ നീ എന്റെ കൈകൾ പിടിച്ച് എണീറ്റ് നീ വീട്ടിലേക്ക് പോകുക, ശാന്തമായിരിക്കുക, ധൈര്യമായിരിക്കുക എന്നുള്ള ഒരു വചനം കേൾക്കുവാനായിട്ട് എന്റെ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയുന്ന വിശുദ്ധ കുംഭാസാരത്തിലൂടെ നിന്നെ സ്വീകരിക്കുന്ന, എന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ എന്നെ നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.